ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളി ഫോർക്കയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അലോവേറ അല്ലെങ്കിൽ കറ്റാർവാഴ ജ്യൂസാണ്. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം എങ്ങനെയെന്ന് നോക്കിയാലോ. ഇത് ഞാൻ വീട്ടിലെ ചെടിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ഒരു കറ്റാർവാഴയിലാണ്. ഇത് കട്ട് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വരെ കുത്തിച്ചാരി വെച്ചേക്കണേ. എവിടെയെങ്കിലും കുത്തിച്ചാരി വെച്ചാൽ മതി. ഈ മഞ്ഞ കളറിലെ ജെല്ല് ഒന്ന് പോയി കിട്ടാനാണ്. ഈ ജെല്ലോട് കൂടി ഇത് ആരും ഉപയോഗിക്കരുത്. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി കഴുകിയെടുത്ത കറ്റാർവാഴയുടെ ഇലയുടെ മുകളിലായിട്ട് പച്ച കളറിൽ കാണുന്ന ആ തൊലി നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് ചെത്തിക്കളയാം. ഈ കറ്റാർവാഴ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു നാരങ്ങയും ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലെ പച്ച കളറിലെ തൊലിയൊക്കെ ചൊത്തി കളഞ്ഞിട്ട് ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള വെള്ള കളറിലെ ജെല്ലി പോലുള്ള ഇത് മാത്രം നമ്മൾ ഉപയോഗിക്കുന്നു. അത് ചെത്തി ഞാൻ വെള്ളത്തിലേക്ക് എടുത്തിട്ട് എന്നിട്ട് നമുക്ക് അടുത്ത ഒരു കഷ്ണം കൂടി എടുത്ത് ചെത്തിയെടുക്കാനുണ്ട്. ആ ഒരു കഷ്ണം നമ്മൾ ചെത്തിക്കാണ്ടിട്ടുണ്ട്. എന്നിട്ട് രണ്ടും കൂടി വെള്ളത്തിലേക്ക് എടുത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. കഴുകിയെടുത്ത ശേഷം നമ്മളത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കുക. ചെറിയ കഷ്ണം മതി, അധികമായി കഴിഞ്ഞാൽ ഇത് കയ്പ്പാവും. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കാം.
മിക്സിയിൽ അടിച്ചെടുത്ത ശേഷം ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 2 സ്പൂൺ തേൻ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ നമ്മുടെ കറ്റാർവാഴ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.